സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച സിൽവർ ലൈൻ പദ്ധതിയുടെ അലൈൻമെന്റ് മാറ്റാനാകില്ലെന്ന് കേരയിൽ. കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ആവശ്യപ്പെട്ട നിലയിൽ അടിസ്ഥാന പദ്ധതിയിൽ മാറ്റം വരുത്താനാകില്ലെന്നാണ് കത്തിൽ വ്യക്തമാക്കിയത്. അതേസമയം റെയിൽവേ ഭൂമിയാണ് പ്രശ്നമെങ്കിൽ അലൈൻമെന്റിൽ മാറ്റം വരുത്താമെന്നും കേരയിൽ കത്തിൽ അറിയിച്ചിട്ടുണ്ട്. റെയിൽവേ മന്ത്രാലയം ആവശ്യപ്പെട്ട നിലയിൽ സിൽവർ ലൈൻ പദ്ധതിയുടെ അലൈൻമെന്റ് മാറ്റാനാകില്ലെന്ന് കേരയിൽ അറിയിച്ചത്. സിൽവർ ലൈൻ പദ്ധതി സ്റ്റാൻഡേർഡ് ഗേജിൽ നിന്ന് ബ്രോഡ് ഗേജിലേക്ക് മാറ്റണമെന്നാണ് റെയിൽവേയുടെ പ്രധാന നിർദ്ദേശം. വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് ഓടാവുന്ന രീതിയിലായിരിക്കണം പാളങ്ങൾ ഒരുക്കേണ്ടത്. മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ ഓടാവുന്ന തരത്തിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കണം. ഇക്കാര്യം അംഗീകരിച്ചാൽ മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന നിലപാടാണ് റെയിൽവേക്ക്. നിർമ്മാണ ചെലവ് വർദ്ധിക്കുന്നത് ബോധ്യപ്പെടുത്തി സ്റ്റാൻഡേർഡ് ഗേജിലേക്ക് മാറുന്നതിന്റെ ആവശ്യകത റെയിൽവേയെ ബോധ്യപ്പെടുത്താൻ കേരയിൽ ശ്രമിച്ചെങ്കിലും റെയിൽവേ മന്ത്രാലയം അംഗീകരിച്ചിരുന്നില്ല. അതിവേഗ തീവണ്ടികൾക്ക് സ്റ്റാൻഡേർഡ് ഗേജ് തന്നെ വേണമെന്ന് കേരയിൽ കത്തിൽ അറിയിച്ചു. അതിവേഗ വണ്ടിക്ക് വേണ്ടി സിൽവർ ലൈൻ DPR ഡെഡിക്കേറ്റഡ് സ്പീഡ് കോറിഡോറായി തന്നെ പരിഗണിക്കണമെന്നും റെയിൽവേ ഭൂമി കൈമാറുന്നതാണ് പ്രശ്നമെങ്കിൽ സിൽവർ ലൈൻ അലൈൻമെന്റിൽ മാറ്റം വരുത്താമെന്നും കേരയിൽ നൽകിയ കത്തിൽ പറയുന്നു. അതിവേഗ വണ്ടികൾക്ക് മാത്രമായുള്ള പാത എന്ന അടിസ്ഥാന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും DPRൽ മറ്റു തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണെന്നും കേരയിൽ റെയിൽവേ ബോർഡിനെ അറിയിച്ചു. അതേസമയം കേരള റെയിൽവേ ബോർഡ് കേരളത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ദീർഘവീക്ഷണമില്ലാത്തതാണെന്ന് ചൂണ്ടിക്കാട്ടി മെട്രോമാൻ E. ശ്രീധരൻ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകി. പ്രായോഗികമല്ലാത്ത നിർദ്ദേശങ്ങളാണ് റെയിൽവേ ബോർഡ് നൽകിയതെന്നാണ് E. ശ്രീധരന്റെ വിമർശനം. ജനം, തിരുവനന്തപുരം.